ഹായ്, ഞാൻ ഡോക്ടർ അനു തോമസ്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ഒരു ദിവസം ഞാൻ ഒ.പി ഇരിക്കുമ്പോൾ ഒരു വയസ്സായ അപ്പച്ചൻ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ കുറച്ചുനേരം പരിഭ്രമിച്ചിരുന്നെങ്കിലും പിന്നെ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ച് വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ട്. നടക്കാനും പ്രയാസമാണ്. പക്ഷെ ആ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം തനിച്ചായിരുന്നു നോക്കിയിരുന്നത്. വേറെ ആരും സഹായത്തിനില്ല. അപ്പച്ചന്റെ പെൻഷൻ പണം കൊണ്ടാണ് രണ്ടാളും കഴിഞ്ഞുകൂടുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹത്തിന് ജീവിതത്തോടൊരു മടുപ്പായിരുന്നു. മനസ്സിൽ എപ്പോഴും എങ്ങനെയെങ്കിലും മരിക്കണം എന്നുള്ള ചിന്തകളായിരുന്നു. 2 ദിവസം മുന്നേ അദ്ദേഹം അടുത്തുള്ള കായലരികത്ത് പോയായിരുന്നു. വെള്ളത്തിൽ ചാടി മരിക്കണം എന്നൊരൊറ്റ ചിന്തയോടെയാണ് അദ്ദേഹം പോയത്. പക്ഷെ അപ്പച്ചൻ എന്നോട് പറഞ്ഞത്, വെള്ളത്തിൽ നിന്ന് ഏകദേശം 1 അടി മാത്രം ദൂരം ബാക്കിയുള്ളപ്പോൾ പുറകിൽ നിന്നൊരാൾ അത് കാണുകയും പുള്ളിയെ വിളിച്ച് വീട്ടിൽ പോകാൻ നിർബന്ധിക്കുകയുമാണ് ഉണ്ടായെന്നാണ്. അദ്ദേഹം ആ സംഭവം തുടർന്ന് ജീവിക്കാനുള്ള ഒരു നിമിത്തമായി എടുത്ത് ചികിത്സ തേടാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിനായിരുന്നു അദ്ദേഹം അന്നെന്നെ കാണാൻ വന്നത്. ഇതുപോലെ അനവധി ആളുകളാണ് ദിവസവും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം 1.5 ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നത്. ഈ സ്യൂസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അതിന് ആത്മഹത്യാ പ്രവണതയുള്ളവരെ തിരിച്ചറിയാൻ കഴിയണം. ആത്മഹത്യാ പ്രവണതയുള്ളവർ സാധാരണയായി ഏതാനും ചില സൂചനകൾ കാണിക്കാറുണ്ട്. എല്ലാവരും വ്യത്യസ്തരാണെങ്കിലും ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാവരിലും കാണാറുണ്ട്. 1, അടുപ്പമുള്ളവരോട് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഭാരമാണ്, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ഈ രീതിയിലുള്ള സംസാരം അത് തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ പോലും ഒരിക്കലും തഴഞ്ഞു കളയരുത്. 2, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് ഉൾവലിയുക, പൊതുവെ നന്നായി സംസാരിച്ചിരുന്നയാൾ തീരെ സംസാരിക്കാതിരിക്കുക, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ തഴയുക, ഒന്നിലും ശ്രദ്ധയില്ലാതാവുക, ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനകളാവാം. 3, തന്റെ പ്രിയപ്പെട്ട വസ്തുവകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക, ദാനം ചെയ്യുക, ക്ലോസ് ആയിട്ടുള്ളവരോട് യാത്ര പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു നാൾ മുമ്പ് ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ പഠിച്ചിരുന്ന ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ അവന്റെ ബുക്സും ഗാഡ്ജറ്റ്സും ഒക്കെ ഫ്രണ്ട്സിന് കൊടുത്തിരുന്നു. ആരും പക്ഷെ അത് ആത്മഹത്യാ സൂചനയാണെന്ന് കരുതിയില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളുടെ സൂചനയാവാം. 4, സ്ട്രെസ് ഉള്ള സമയത്ത് മദ്യവും മറ്റു ലഹരിയും അമിതമായി ഉപയോഗിക്കുന്നവരിലും ആത്മഹത്യാ പ്രവണത കൂടുതലായി കാണാറുണ്ട്. അമിതമായ മദ്യപാനം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ലഹരി ഉപയോഗം പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാറില്ല. 5, പ്രതീക്ഷയില്ലായ്മയും നിരാശാബോധവും. ജോലി നഷ്ടപ്പെടുക, സാമ്പത്തിക ഞെരുക്കമുണ്ടാവുക, ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള സമയങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന്, ഇനി ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിച്ചേക്കാം. ഇതുകൂടാതെ എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്, ഉറക്കമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളും മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരിൽ കാണാം. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുന്നവർ വളരെ വിരളമാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവാം എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അതിനായി ആദ്യം തന്നെ നമുക്ക് അവരോട് കുറച്ചു നേരം സംസാരിക്കാം. എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് പതിയെ ചോദിച്ച് മനസ്സിലാക്കാം. പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെന്ന് തോന്നിയാൽ അത് നിർദ്ദേശിക്കാം. അവരോട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് അവർ ഓക്കെ ആണോ എന്നൊക്കെ തിരക്കാം. ഇനി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ടുള്ള സൂയിസൈഡൽ പ്ലാനോ ചിന്തകളോ അവർക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ അറിയിക്കുക. അലേർട്ടായി അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കാനും ശ്രമിക്കുക. പിന്നെ ഒരു വലിയ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്, ആത്മഹത്യാ ചിന്തകളെ പറ്റി ഒരാളോട് ചോദിച്ചാൽ അങ്ങനെ ഇല്ലാത്തവർക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നാം എന്നതാണ്. അത് ശരിയല്ല. മിക്കവാറും ആരോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും സൂയിസൈഡിന് കാരണമാകുന്നത്. അപ്പോൾ ഓർക്കുക, യു ആർ നോട്ട് അലോൺ. ടേക്ക് കെയർ. താങ്ക് യു.